നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ വൻ വിജയം പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതിയിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയതോടെ UDF അടുത്ത തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന് ഏറെക്കുറെ പലരും ഉറപ്പാക്കി. 2026 UDF ഭരണം എന്ന പ്രചരണം തന്നെ ശക്തമായി. എന്നാൽ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമം, NSSന്റെ പിന്തുണ, ഇതെല്ലാം വാലയ്ക്ക് വാലെ വരികയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും UDFലും പടലപ്പിണക്കങ്ങൾ രൂക്ഷമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ശക്തമാവുകയും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശനെതിരെ തിരിയുകയും സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയും ചെയ്തതോടെ കാര്യങ്ങൾ ആകെ തലക്കീഴ്മേൽ മറിഞ്ഞു. പെട്ടെന്നാണ് പിണറായി തൻ്റെ പോയ തട്ടകം തിരിച്ചു പിടിച്ചത്. അതിശക്തമായ ചില രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയാണ് പിണറായി വിജയൻ തൻ്റെ തട്ടകം അല്ലെങ്കിൽ തൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തിരിച്ചു പിടിച്ച് മൂന്നാം ഊഴത്തിന് താനിതാ തയ്യാറെടുക്കുന്നു എന്ന സന്ദേശം ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ജനസേവന പ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ ക്ഷേമ പെൻഷനുകളുടെ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചതോടെ മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള സൂചനകൾ ശക്തമായി ജനങ്ങൾക്കിടയിൽ തന്നെ വരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മുഖം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പിണറായി വിജയൻ എങ്ങനെയാണ് പെട്ടെന്നൊരു തിരിച്ചുവരവ് നടത്തിയത്? ഓരോ പ്രതിസന്ധിയും എങ്ങനെയാണ് അദ്ദേഹം തനിക്ക് അനുകൂലമാക്കി മാറ്റിയത്? എങ്ങനെയാണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയം ഉയർന്നു വരികയും VD സതീശനും ഷാഫി പറമ്പിലും തമ്മിൽ തെറ്റുകയും കോൺഗ്രസിൻ്റെ സൈബർ സന്നാഹങ്ങളാകെ രണ്ടു വഴിക്ക് പിരിയുകയും ചെയ്തത്? ഇതെല്ലാം ചില തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പിണറായി വിജയൻ്റെ ചുറ്റുമുള്ളത് ജനങ്ങളോ പാർട്ടിയോ അറിയാത്ത ചില അതിബുദ്ധിമാന്മാരാണുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. പിണറായിക്ക് ചുറ്റുമുള്ള ഈ അതിബുദ്ധിമാന്മാർ, ഇവർക്ക് പാർട്ടിയുമായൊന്നും യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇവർ കൃത്യമായി കാര്യങ്ങൾ കണക്ക് കൂട്ടി പിണറായി വിജയനെ ധരിപ്പിക്കുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അത് എങ്ങനെ തങ്ങൾക്ക് അല്ലെങ്കിൽ പിണറായി വിജയന് അനുകൂലമാക്കി മാറ്റണമെന്ന് ഗവേഷണം ചെയ്യുന്ന ബുദ്ധിമാന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടത്രേ. അതിവർ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരൊന്നുമല്ല, പാർട്ടി അംഗങ്ങളോ പാർട്ടി നേതാക്കളോ അല്ല, പുറമേ പറയുന്നത് പോലെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകളുമല്ല. അതൊന്നുമല്ലാത്ത അതിബുദ്ധിമാന്മാരായ ചില തന്ത്രശാലികൾ, രാഷ്ട്രീയ തന്ത്രശാലികൾ, തെരഞ്ഞെടുപ്പ് വിദഗ്ധർ, അവരെല്ലാം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. പാർട്ടിക്ക് അതീതമായ ഇത്തരം വിദഗ്ധരെ ആശ്രയിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ NSSനെ അനുനയിപ്പിക്കാനും G സുകുമാരൻ നായരെ ഒപ്പം നിർത്താനും കഴിഞ്ഞത്. അതിനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മാത്രമല്ല, മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും തങ്ങളെ കൈപിടിയെന്നും അതുകൊണ്ട് തന്നെ ഹൈന്ദവ വോട്ട് ബാങ്കുകളെ CPMന്റെ കൂടെ ഉറപ്പിച്ചു നിർത്തണമെന്നും ഈ വിദഗ്ധർ, തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പിണറായിയെ ഉപദേശിച്ചു. ആ ഉപദേശം അദ്ദേഹം ശിരസാ വഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കൂട്ടം ബുദ്ധിമാന്മാരാൽ, തന്ത്രശാലികളാൽ ചുറ്റപ്പെട്ടാണ് പിണറായിയുടെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നതെന്നും പാർട്ടിക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും MV ഗോവിന്ദനൊക്കെ വെറും കാഴ്ചക്കാരാണെന്നുമാണ് പിണറായിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദഗ്ധരുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം മുഖം നഷ്ടപ്പെട്ടു, പിടിവിട്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ പോലും പെട്ടെന്നൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇത്തരം ബുദ്ധിമാന്മാരുടെയും പ്രൊഫഷണലുകളുടെയും സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിനൊക്കെ ചെയ്യുന്നതും ഏറെക്കുറെ ഇതേ സമാനമായ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ പിടി ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വിടുന്നില്ല. 2 തവണ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇനി 3ാം തവണയും മുഖ്യമന്ത്രിയാകാൻ ഉദ്യമിക്കുമ്പോൾ യാതൊരു പിഴവുമില്ലാതെ അല്ലെങ്കിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. പാർട്ടിയെ ഒരിക്കലും അദ്ദേഹം വിശ്വാസത്തിലെടുത്തിട്ടില്ല, പാർട്ടി നേതാക്കളെയും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഏതൊക്കെ നേതാക്കളെ അല്ലെങ്കിൽ ഏതൊക്കെ MLA മാരെ വീണ്ടും മത്സരിപ്പിക്കണ്ട എന്ന് പോലും തീരുമാനമെടുക്കുന്നത് ഈ ബുദ്ധി കേന്ദ്രങ്ങളാണ്. പിണറായി സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധി കേന്ദ്രങ്ങളെ അദ്ദേഹം പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ട്. അദ്ദേഹം ആശ്രയിക്കുന്ന പോലെ തന്നെ കൃത്യമായ റിസൾട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ അന്വേഷിക്കുന്നത് പിണറായിക്ക് ചുറ്റുമുള്ള ഈ ബുദ്ധിമാന്മാർ, ഈ തന്ത്രശാലികൾ ആരെന്നാണ്.
അവർ ഏതായാലും പാർട്ടിക്കാരല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.